ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് നന്നായിട്ട് സംസാരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. എന്നാൽ ഇത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അതിനപ്പുറം നിങ്ങൾക്ക് എത്രത്തോളം മറ്റാളുകളുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും മനസ്സിലാക്കിക്കൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ശരിയായിട്ടുള്ള രീതിയിൽ അവരോട് കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. മീറ്റിംഗ്, മാർക്കറ്റിംഗ്, സെയിൽസ്, റിലേഷൻഷിപ്സ്, ഇവിടെയൊക്കെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന ചില ടിപ്സിനെ പറ്റി നമുക്ക് നോക്കാം. നമ്പർ 1, ക്ലാരിറ്റി ഓഫ് തോട്ട്സ്. സംസാരിക്കുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംസാരിക്കുന്നതിന് മുന്നേ നമ്മളുടെ തോട്ട്സ് വളരെ ക്ലിയർ ആയിട്ടിരിക്കുക. നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മളുടെ തോട്ട്സിൻ്റെ മേലെ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരോട് നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. നമ്മൾ പറയാൻ വിചാരിച്ച കാര്യങ്ങളെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവരോട് പറയാനും സാധിക്കാത്തത്. ചില ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമായിരിക്കും ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ എന്ത് പറയണമെന്നുള്ള ഒരു ക്ലാരിറ്റി അവർക്ക് നഷ്ടപ്പെടും. സോ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്, അത് മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കണം, ഇതേപറ്റിയൊക്കെ നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ചിന്തിക്കണം. സോ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നമ്പർ 2, അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. നിങ്ങൾ ഏത് രീതിയിലുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, അതുപോലെ അവിടെയുള്ള ആളുകളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. അതായത് അവിടെയുള്ളവർ ഹാപ്പി ആണോ സാഡ് ആണോ, ഇത്തരത്തിൽ അവരുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം. അതുപോലെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സിംഗിൾ പേഴ്സണോടാണോ അതോ കുറച്ചധികം ആളുകളോടാണോ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നിങ്ങളൊരു സിംഗിൾ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ ഇമോഷൻസിനെ പറ്റി മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ നിങ്ങളൊരു കൂട്ടത്തോട് സംസാരിക്കുകയാണെങ്കിൽ പൊതുവെ അവിടെയുള്ള ആളുകളുടെ ഇമോഷൻസ്, തോട്ട്സ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. നമ്പർ 3, ബി എ ഗുഡ് ലിസണർ. നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അവർ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധയോടു കൂടിയും പേഷ്യൻസോടു കൂടിയും കേട്ടിരിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത പ്രാവശ്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ അവർ വാല്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് സംസാരിക്കും. ഇത് തീർത്തും തെറ്റാണ്. കാരണം നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കുന്നത് ആക്ച്വലി അവർക്ക് ആൻസർ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, അവരെ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ്. സോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവരോട് നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു എഫക്റ്റീവ് കോൺവെർസേഷനായിട്ട് മാറും. ആൻഡ് അവർക്കും നിങ്ങളുടെ മേലെ നല്ലൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. നമ്പർ 4, സ്പീക്ക് വാട്ട് യു നോ. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം മറ്റുള്ളവരോട് സംസാരിക്കുക. ഇപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ നിങ്ങൾ എന്ത് പറയണമെന്ന് അറിയാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും അല്ലേ? എന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ പറഞ്ഞാലോ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അതേപ്പറ്റി സംസാരിക്കാൻ സാധിക്കും അല്ലേ? ഇതുപോലെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ബിസിനസ്, മീറ്റിംഗ്, സെമിനാർ, ഇവിടെയൊക്കെയാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഒരു കഥ രൂപത്തിൽ പറയുകയാണെങ്കിൽ ആളുകൾ വളരെ ഈസി ആയിട്ട് അതിനോട് കണക്റ്റഡ് ആയിട്ട് മാറും. നമ്പർ 5, സ്പീക്ക് എഫിഷ്യൻ്റ്ലി. നിങ്ങൾ എന്താണോ പറയാൻ പോകുന്നത് അത് മാക്സിമം ചുരുക്കത്തിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ, അതായത് നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ മാനേജർ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് വളരെ കുറവ് സമയം മാത്രമേ അവരോട് സംസാരിക്കാൻ കിട്ടുകയുള്ളൂ. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളെ വളരെ ചുരുക്കി എന്നാൽ എഫിഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിച്ചിരിക്കണം. സോ ഇതിനായിട്ട് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു അറിവും ധാരണയും ഉണ്ടായിരിക്കണം. നമ്പർ 6, ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരാളുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല അയാളെ സ്വാധീനിക്കുന്നത്, അതിലുപരി നിങ്ങൾ എത്രത്തോളം അത് കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു സമയത്തെ ഇമോഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് മറ്റുള്ളവരെ കൂടുതലായിട്ടും സ്വാധീനിക്കുന്നത്. സോ നിങ്ങൾ ക്ലാരിറ്റി ഇല്ലാതെയോ കോൺഫിഡൻസ് ഇല്ലാതെയോ മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവരെ സ്വാധീനിക്കില്ല. അത് മാത്രമല്ല ഇതിലൂടെ നിങ്ങളോടുള്ള ഒരു ട്രസ്റ്റും അവർക്ക് നഷ്ടപ്പെടും. സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ
വളരെ കൺവിൻസിംഗ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. ഇപ്പോൾ ഒരു നടൻ അഭിനയിക്കുമ്പോൾ അത് ഫേക്ക് ആണെങ്കിലും നമ്മളത് റിയൽ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലേ? ഇതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെയും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. നിങ്ങൾ സംസാരിക്കുന്ന ടോപ്പിക് അത്ര ബെസ്റ്റ് അല്ലെങ്കിലും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ കേൾക്കുന്ന ആളുകൾക്കും അതേപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷനിലൂടെ ആ ഒരു ടോപ്പിക് എന്നുള്ളത് വളരെ ഹൈലൈറ്റഡ് ആയിട്ട് മാറും. നമ്പർ 7, ബി ഹംബിൾ. ഷാറൂഖ് ഖാൻ, APJ അബ്ദുൽ കലാം, സച്ചിൻ ടെണ്ടുൽക്കർ ഇവരെല്ലാവരും നമ്മുടെ ലോകത്തിലെ ഒരുപാടധികം ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇവരിലെല്ലാവരിലുമുള്ള കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവം എന്താണെന്നാൽ ഇവരെല്ലാവരും ഇവരുടെ റിയൽ ലൈഫിൽ വളരെയധികം ഹംബിളാണ് എന്നുള്ളതാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു ഹംബിൾനെസ് കീപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെയൊക്കെ കേൾക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ആൻഡ് ഇതിലൂടെ മറ്റുള്ളവർക്കും നിങ്ങളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്ത് വാക്കുകളാണ് യൂസ് ചെയ്യുന്നത് എന്നത് നമുക്ക് പോലും അറിയുന്നുണ്ടായിരിക്കില്ല. പിന്നീടായിരിക്കും നമുക്ക് അതേപ്പറ്റി ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുക. നിങ്ങൾ ഏത് രീതിയിലുള്ള വോയിസ് ടോണിലാണ് സംസാരിക്കുന്നത്, എങ്ങനെയുള്ള വാക്കുകളാണ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും ഹംബിളായിട്ട് സംസാരിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനിക്കാൻ സാധിക്കും. നമ്പർ 8, ആക്സെപ്റ്റിംഗ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്. നിങ്ങൾ വളരെ ഇമോഷണലി മറ്റുള്ളവരോട് സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന്. ഇനി എടുത്തു ചാടി നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞെന്ന് വരാം. ഇത്തരം സിറ്റുവേഷനിൽ മറ്റാളുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഒപ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവരുടെ ഭാഗത്താണ് തെറ്റ് എന്ന്. ആൻഡ് നിങ്ങൾ അവരോട് ആർഗ്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ ഒരു മിസ്റ്റേക്ക് ഇനി മുതൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇത്തരം സിറ്റുവേഷൻസിൽ മറ്റാളുകൾ പറയുന്ന കാര്യങ്ങളെയും പേഷ്യൻസോട് കൂടി നിങ്ങൾ കേൾക്കുക. അവർ പറയുന്ന കാര്യങ്ങളിലും എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് അവരെയും അവർ പറയുന്ന കാര്യങ്ങളെയും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്ക് എന്തെല്ലാം കാര്യങ്ങളെപ്പറ്റി അറിവുകളുണ്ട്, എന്തെല്ലാം അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവരോട് എങ്ങനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഇതിലൂടെ കോൺഫ്ലിക്ട്സും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഒരാൾ നിങ്ങളെ ഒപ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് നിങ്ങളാണ് അവരുടെ ഭാഗത്തെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.